പക്ഷേ വേണു ഉയർത്തിയ പ്രശ്നങ്ങളൊക്കെ കൂടി ചേർത്ത് വി എസിന്റെ ഒരു നിലപാട് ഇതിക്ക് മുമ്പ് ചർച്ച എല്ലാവരും പറയുമ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് പല കാലഘട്ടങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടാകുകയും അത് പലതായിട്ട് വിഭജിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിഭജിച്ച് പോയ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പലപ്പോഴും വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുള്ളവരായിരുന്നു. അവർക്ക് വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമുള്ളവരായിരുന്നു. പക്ഷേ അങ്ങനെ പിരിഞ്ഞുപോയവർ പിന്നീട് നമ്മുടെ സമൂഹത്തിനകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെയും സ്വത്വ സ്വഭാവത്തിന്റെയും ഉടമകളായി വളരുകയോ വികസിക്കുകയോ ചെയ്തതായിട്ട് നമുക്കറിയില്ല. അത് നമ്മുടെ മുന്നിലുള്ള ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മളെക്കാൾ എത്രയോ ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് അറിയാം പാർട്ടിക്കകത്ത് നടത്തുന്ന കലാപങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ അതിന് തുടർച്ച ഉണ്ടാകുന്നത്. വേണു പറഞ്ഞതുപോലെയുള്ള എല്ലാ സമരങ്ങളും എടുത്താൽ അതിനൊക്കെ തുടർച്ചയോട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത് പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരിക്കുന്ന സമയത്ത് മാത്രമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അതിശക്തമായിട്ട് അദ്ദേഹം പാർട്ടി സംവിധാനത്തിനോട് കലഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇനി പോകാൻ പാടില്ല എന്ന് കരുതപ്പെടുന്ന ഒരു മുഹൂർത്തം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അതിനോട് വിധേയത്വം പുലർത്തുകയാണ് ചെയ്തത്. അത് വിധേയത്വമാണ്, കീഴടങ്ങലാണ് എന്നല്ല നമ്മൾ കരുതേണ്ടത്. അത് ആ സമയത്ത് എടുക്കേണ്ടതായ യുദ്ധതന്ത്രത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്കൽ മൂവായിട്ട് നമുക്കതിനെ തിരിച്ചറിയാനായിട്ട് കഴിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമാണ് വി എസ് എന്തുകൊണ്ട് ഇത്തരത്തിലായിട്ടുള്ള സമരങ്ങൾ അതെല്ലാം നടത്തിയതിനു ശേഷം നമുക്കറിയാലോ കൂടംകുളത്തേക്ക് അദ്ദേഹം പോകുന്നത് നമുക്കറിയാം. പാർട്ടി പറഞ്ഞതിന് എതിരായിട്ട് തന്നെ അദ്ദേഹം നീങ്ങുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ വഴിയിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോകുകയല്ല ചെയ്യുന്നത്. തിരിച്ച് പാർട്ടിയിലേക്ക് വരേണ്ടതുണ്ടെന്നും ഈ പാർട്ടി തന്നെയാണ് ഇതിന് ഉപകരണമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതെന്നും മനസ്സിലാക്കപ്പെട്ട ഒരു പ്രത്യേക സവിശേഷത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് വിമതത്വത്തെയും വിധേയത്വത്തെയും ഒരുമിച്ച് സങ്കലനം ചെയ്ത് എങ്ങനെ നിലവിലുള്ളതായിട്ടുള്ള പാർട്ടി ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് തനിക്ക് കഴിയുന്നതായിട്ടുള്ള തിരുത്തലുകൾ നടത്താനായിട്ട് കഴിയും, അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് പാർട്ടിയെയും പാർട്ടി പുറത്തുള്ളവരെയും അവരുടെ ശ്രദ്ധ തിരിപ്പിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഏകോപനം അത് വളരെ കൃത്യമായിട്ട് വി എസ് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് നിന്നുള്ള ആലപ്പുഴയിലേക്കുള്ള സഞ്ചാരത്തിൽ നിങ്ങൾ പറയുന്ന പോലെയുള്ള അണപൊട്ടി ഒഴുകുന്ന ആൾക്കൂട്ടത്തെ കാണാനായിട്ട് കഴിയുന്നത് കൊണ്ട്. അതല്ലാതെ അദ്ദേഹം ചെക്കുട്ടി പറഞ്ഞതുപോലെ ഇറങ്ങി പുറത്തു വന്നിരുന്നെങ്കിൽ ഈ ആൾക്കൂട്ടങ്ങളൊന്നും അന്ന് ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു, പിന്നീട് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് MVR-ന്റെയും അതുപോലെ KR ഗൗരിയുടെയും ഒക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ ചരിത്രങ്ങളും മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രാഥമികമായിട്ടുള്ള പഠന പാഠം കൂടിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആരോടും അത് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് അവർക്ക് മനസ്സിലാക്കാനും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ടുള്ള ഒരു ഹെജിമണി അവർക്കില്ല എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. MA ബേബിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള CPI കൊണ്ട് കൃത്യമായിട്ടൊന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പൊസിഷൻ എടുക്കാനായിട്ട് കഴിയണമെങ്കിൽ നമുക്ക് പാർട്ടിയിൽ ഉറച്ച വേരുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വേരുകൾ അറ്റുപോകുന്നത് വരെ നോക്കി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അത് അറ്റുപോകാറാകും സമയത്ത് അറ്റുപോകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോരാട്ടം തുടരില്ല. ഇങ്ങനെ നടത്താനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. അത് നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളത് വി എസിന്റെ വലിയ പാഠമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവരും പുറത്ത് പ്രവർത്തിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ CP ജോൺ, ഇവിടെ ഇപ്പോ MVR-ന്റെ സ്ഥിതി എന്തായി, KR ഗൗരിയമ്മയുടെ സ്ഥിതി എന്തായി എന്ന് ശ്രീ പിയേഴ്സൺ പറഞ്ഞാൽ അങ്ങ് മറുപടി പറയുമെന്ന് ഞാൻ കരുതുന്നു. അത് കൂടാതെ ചില കാര്യങ്ങൾ കൂടി ശ്രീ CP ജോൺ, ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് അന്ന് നിങ്ങൾക്കെതിരെ വന്നത് അതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമെന്നാണ്. ഇൻഫോ പാർക്ക് അടക്കമാണ് വിട്ടുകൊടുക്കാൻ ആലോചിച്ചത്. ശക്തമായ വി എസിൻ്റെ നിലപാട് കൊണ്ടാണ് മറ്റൊരു രൂപത്തിലേക്ക് അത് പോയത്. അപ്പോൾ അങ്ങനൊരു വലിയ IT-യുടെ മറവിലൊരു വലിയ ഭൂമി കച്ചവടം, ഒരു വലിയ കുംഭകോണം, അങ്ങനെ ഒരു വലിയ പിഴവ് UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലേ? പിന്നീട് വി എസ് വരുമ്പോൾ അത് തിരുത്തുന്നു എന്ന് മാത്രമല്ല, വികേന്ദ്രീകൃത IT പാർക്കുകളിലേക്ക് കൂടെ കടക്കുകയാണ് വി എസ്. അതൊക്കെ വളരെ അസാധാരണമായ രീതികൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാട്ടുന്ന വൻകിട വികസന പദ്ധതികളുണ്ടല്ലോ,
ഇടതുപക്ഷത്തിന് കർത്തൃത്വം അവകാശപ്പെടാൻ കഴിയാത്തത് എന്ന് പറയുന്നത്? ഇപ്പോൾ കൊച്ചി മെട്രോ ആയാലും വിഴിഞ്ഞമായാലും ഒക്കെ അതിനിന്നിപ്പോൾ എ കെ ആന്റണി തന്നെ സാക്ഷ്യപത്രം നൽകുന്നു. വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കാൻ അദ്ദേഹം എത്രമാത്രം താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി എന്ന്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എ കെ ആന്റണി പറയുകയായിരുന്നു, ഡൽഹിയിൽ വന്ന് എ കെ ആന്റണിയെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ കേരള ഹൗസിലേക്ക് വരാമെന്ന് എ കെ ആന്റണി പറയുന്നു എന്ന പ്രതിരോധ മന്ത്രിയാണ് അദ്ദേഹം. മറ്റനുമതികൾ കിട്ടുന്നതിന് മുൻപ് സ്വന്തം വകുപ്പിന് അനുമതി വി എസുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് നൽകുന്നു. പക്ഷേ അത് മുന്നോട്ട് പോയില്ല എന്നത് നമുക്കറിയുന്നതുമാണ്. അപ്പോൾ എവിടെയാണ് വി എസ് വികസന വിരോധിയാകുന്നത്? എവിടെയാണ് അദ്ദേഹം തിരുത്തിയ കൂട്ടത്തിൽ ആ പട്ടികയിൽ നിങ്ങളും ഉൾപ്പെടുന്നത്? ഞാനൊരു കാര്യം, ഞാനിപ്പോൾ ശ്രോതാവായിട്ടാണ് ഇപ്പോൾ കൂടുതലിരിക്കുന്നത് ഇവിടെ. ഞാൻ ഇന്നത്തെ രാത്രി വി എസിൻ്റെ ഗവൺമെൻറ് എടുത്ത ഭരണപരമായ നടപടികളെ ഇഴകേറി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പരിശോധിക്കേണ്ട ദിവസങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ജനക്കൂട്ടത്തിനിടയിൽ കൂടെ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എത്താൻ പോകുന്നില്ല, ഇന്ന് രാത്രി ഇന്ന് എത്താൻ പോകുന്നില്ല. അങ്ങനെയുള്ളൊരു ജനക്കൂട്ടം അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഇത്ര നമ്പർ ഫയൽ എന്താണ് ഇങ്ങനെ പോയത്, വേറെ ഫയൽ എന്താണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള അങ്ങയുടെ ചോദ്യം അങ്ങേറ്റ അനവസരത്തിലുള്ളതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് സ്മാർട്ട് സിറ്റി ആവട്ടെ, വിഴിഞ്ഞം തുറമുഖമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനൊക്കെ ഒരുപാട് സമയം ഇനി ബാക്കിയുണ്ടല്ലോ. അല്ലെങ്കിൽ അത് ചരിത്രത്തിൻ്റെ ഭരണചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും ഇന്ന് രാത്രി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും ഇനി മേലിലും ഈ ചർച്ചയിൽ എന്നോട് ചോദിക്കേണ്ടതില്ല. മറിച്ച് പിയേഴ്സൺ അങ്ങനൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. നിങ്ങൾക്ക് ഒരു കലാപകാരിയാവാൻ കഴിയുമോ അതോ നിങ്ങൾക്ക് ഒരു റിബലാവാൻ കഴിയുമോ എന്നുള്ളതാണ്. റിബലുകൾ എപ്പോഴും ട്രാജഡിയെ നേരിടാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഹീറോ എപ്പോഴും ട്രാജഡിയുടെ കൂട്ടുകാരനാണ്. ഗ്രീക്ക് ട്രാജഡികളിൽ ഒരു ഹീറോയെ സൃഷ്ടിക്കാൻ ഒരു ട്രാജഡി അനിവാര്യമാണ്. അപ്പോൾ അതൊരു ട്രാജഡികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആളുകൾ അവർ യഥാർത്ഥ ഹീറോകളാണെന്ന് ഞാൻ വി എസിൻ്റെ കാര്യം പറഞ്ഞു വേണ്ടിയിട്ടല്ല, ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ വ്യക്തികൾ, ഞാൻ ഒരാളുടെ പേരൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ പോരാട്ടത്തിൻ്റെ ഫലമായി അവർക്ക് സമൂഹത്തിൻ്റെ പുറത്തേക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പുറത്തേക്ക് നടക്കലുകളൊക്കെ വിജയമാണ് എന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്.